ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനകീയ വാർത്താ മണിക്കൂറായ പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നിങ്ങൾ കാണുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുമായി പങ്കുവെക്കാം. നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ പരാതികൾ അതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ആ നമ്പർ ഇതാണ്: 048428305110 048428305110. പ്രേക്ഷകരുടെ വാർത്തകൾ നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പിലും നിങ്ങൾക്ക് അയക്കാം. വാട്സാപ്പ് നമ്പർ ഇതാണ്: 6235968937 6235968937. നമ്മൾ ആദ്യം പോകുന്നത് ഇന്ന് പാലക്കാട്ടേക്കാണ്. പാലക്കാട് കാട്ടാന ആക്രമണം എന്ന സംശയം, അതിൽ ഒരു വാർത്ത വരുന്നുണ്ട്. എടത്തനാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് കാട്ടാനെ ആക്രമിച്ചിട്ടാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു സംശയം. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നു. ഉമർ വാൽപ്പറമ്പൻ എന്ന വ്യക്തിയാണ് മരിച്ചത്. കാട്ടാനെ ആക്രമണത്തിലാണ് ഈ മരണം സംഭവിച്ചത് എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ വരുന്ന വാർത്തയനുസരിച്ച് ഉമർ വാൽപ്പറമ്പൻ എന്ന ടാപ്പിംഗ് തൊഴിലാളി ഉപ്പുകുളത്ത് മരിച്ചത് കാട്ടാനെ ആക്രമണത്തിലാണെന്ന് സംശയിക്കാൻ കാരണം എന്താണ്? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ നൽകുന്ന വിവരം? GK, ഇക്കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒരു സംശയം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. രാവിലെ ടാപ്പിങ്ങിനായി പോയതാണ്. ശരീരത്തിൽ കാര്യമായ രീതിയിലുള്ള പരിക്കുണ്ട്. ഈ രാവിലെ ടാപ്പിങ്ങിനായി പോയ ഉമ്മറിനെ ഈ പറയുന്നത് പോലെ തെരഞ്ഞിറങ്ങുന്നത് നാട്ടുകാർ തന്നെയാണ്, ബന്ധുക്കളും തന്നെയാണ്. അതിനുശേഷമാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. കാര്യമായ രീതിയിലുള്ള പരിക്കുണ്ട്. അത് കാട്ടാന ആക്രമണത്തിന്റേത് തന്നെയാണ് എന്ന് നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നു. പക്ഷെ വനംവകുപ്പ് ഇതുവരെ അതൊരു സ്ഥിരീകരണം നടത്താൻ തയ്യാറായിട്ടില്ല. കാര്യമായ രീതിയിലുള്ള ആനശല്യമുള്ള മേഖല തന്നെയാണ് ഈ ഉപ്പുകുളം അടക്കമുള്ള പ്രദേശമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ട്. ടാപ്പിംഗ് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒന്നും വഴി നടക്കാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപമൊക്കെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉമറിനെ ആക്രമിച്ചത് കാട്ടാന തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ വിവരം നൽകുന്നില്ല. നമുക്ക് അല്പസമയം മുൻപാണ് ഈ വാർത്ത ലഭിച്ചത്. ആ വാർത്ത നൽകിയ ആളുകളുമാകട്ടെ അത് കാട്ടാന ആക്രമണമാണ്, കാട്ടാന ചവിട്ടി മരിച്ചു എന്ന തരത്തിൽ, കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ് നമുക്കത് നൽകിയത്. പക്ഷേ അപ്പോഴും നമ്മൾ സ്ഥിരീകരിക്കാത്ത തരത്തിൽ കൃത്യമായ രീതിയിൽ ആ വാർത്തയിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ വനംവകുപ്പിന്റെയോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ കഴിയണമെന്ന് പറയാൻ കാരണം അക്കാര്യത്തിൽ വനംവകുപ്പിന്റെ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും രാവിലെ ടാപ്പിങ്ങിനായി പോയ തൊഴിലാളിയാണ്. സ്വാഭാവികമായി ഇതുവരെ കാണാത്തത് കൊണ്ട് നാട്ടുകാരും ബന്ധുക്കളും അന്വേഷിച്ചിറങ്ങി. അങ്ങനെയാണ് മൃതദേഹം കാണുന്നത്. മൃതദേഹത്തിൽ കാര്യമായ രീതിയിലുള്ള പരിക്കുണ്ട്. ആന ചവിട്ടിയതിന് സമാനമായ രീതിയിലുള്ള പരിക്ക് തന്നെയാണ് ശരീരത്തിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മണ്ണാർക്കാട് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുന്നു എന്ന ഒരു പ്രാഥമികമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്ഥിരമായി കാട്ടാന ശല്യമുള്ള വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഈ പൂളമടക്കമുള്ള മേഖല. എന്തായാലും വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്. അതായത് ശ്രീജിത്ത്, ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നു, അല്ലെങ്കിൽ അത് വരേണ്ട കാര്യമേ ഉള്ളൂ. അതല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാട്ടാന ആക്രമണത്തിലാണ് ഈ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചത്, ഉമർ വാൽപ്പറമ്പൻ മരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? നാട്ടുകാരൊക്കെ പറയുന്നത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാകാം എന്നാണോ? തീർച്ചയായും. അതായത് ഈ മേഖലയിൽ, ഉപ്പുകുളം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. അത് ഒരാനയും രണ്ടാനയും ഒക്കെ സ്ഥിരമായി ആ മേഖലയിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ മേഖലയിൽ കൃത്യമായ രീതിയിൽ ഈ ഒരാനയും രണ്ടാനയും ഒക്കെ സഞ്ചരിക്കാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നമുക്ക് ആ പഞ്ചായത്ത് മെമ്പറെ അടക്കം, നമ്മൾ അല്പസമയം മുമ്പ് പഞ്ചായത്ത് മെമ്പറെ ഫോണിൽ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ നമുക്ക് ഫോണിൽ ലഭ്യമായില്ല. ഒരു മിനിറ്റ് ശ്രീജിത്ത് വരാം. ഇപ്പോൾ അലനല്ലൂർ പഞ്ചായത്ത് 2-ാം വാർഡിലെ മെമ്പർ ശ്രീ ബഷീർ നമ്മളോടൊപ്പം ഉണ്ട്. ഉപ്പുകുളത്തെയാണ് ഈ അലനല്ലൂർ പഞ്ചായത്ത് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ബഷീർ, ഇപ്പോൾ ഈ ഉപ്പുകുളത്ത് ഉമർ വാൽപ്പറമ്പൻ എന്ന ടാപ്പിംഗ് തൊഴിലാളി മരിച്ച വിവരം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. വനംവകുപ്പ് ഇത് കാട്ടാന ആക്രമണത്തിലാണ് ഈ മരണം സംഭവിച്ചതെന്ന് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് കാട്ടാന ആക്രമണത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും മൃതദേഹം കിടക്കുന്ന ആ
സാഹചര്യം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഇതിനെക്കുറിച്ച്? അത് തീർച്ചയായിട്ടും കാറ്റാനോട് ചവിട്ടിയിട്ടാണ് ആള് മരിച്ചിട്ടുള്ളത്. കാരണം ആനയുടെ അവിടെ ആന ഒരുപാട് മണ്ണും കാര്യങ്ങളും പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് അവിടെ ആനയുടെ ചവിട്ടും പാടുകളും ഇയാൾ മരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ അയാള് പിന്നെ ഉച്ചയ്ക്ക് രാവിലെ അവിടുത്തെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയും അതുപോലെ തന്നെ നമ്മുടെ അവിടെ കർഷകനായ ആളാണ്. അവിടെ ഏത് സമയത്തും ആനയുടെ ശല്യം കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇതൊക്കെ. അത് കർഷകർക്ക് എന്നും നമ്മളിവിടെ അതിന് പിന്നെ സംവിധാനങ്ങൾ വേണമെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു ഫോറസ്റ്റിന്റെ ഒരു ബൗണ്ടറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ പ്രൈവറ്റ് ഭൂമികളും അതിനുശേഷമാണ് പിന്നെ ഫോറസ്റ്റ് വരുന്നത്. ഇതിനിടയിലായിട്ട് കുറച്ച് പിന്നെ ഫോറസ്റ്റ് സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണ് ആന ഇറങ്ങി വരുന്നതും ആ ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ആന എപ്പോഴും തമ്പടിക്കാറും. അതുപോലെ ഇത് പിന്നെ വർഷങ്ങളായിട്ട് ഇതിനു മുമ്പും ഒരു 10 വർഷം മുമ്പ് ഒരാള് ഇവിടെ മുസ്തഫ എന്ന് പറയുന്ന ഒരാള് ഇതിനു മുമ്പും ഇവിടുന്ന് ഈ ഫോറസ്റ്റിന്റെ ഒപ്പിയുടെ തൊട്ട് മുകളിലായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പ് കടുവയുടെ ഒരു ആക്രമണം ഉണ്ടായിട്ട് ഹുസൈൻ എന്ന ഒരാൾക്കും മുറിവും പരിക്കുകളും സംഭവിച്ചതാണ്. അങ്ങനെ പല തവണകളായി വന്യജീവിയുടെ ശല്യം കൊണ്ടിരിക്കുന്ന പ്രദേശമാണിത്. അതായത് ഇതൊരു വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഇടമാണല്ലോ. ഉപ്പുകുളത്തെ ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം ഉണ്ട് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്ന സ്ഥലമാണെന്ന് ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞു. ഇതിന് ഈ മതിയായ ഒരു സുരക്ഷയൊന്നും വനംവകുപ്പ് ഒരുക്കുന്നില്ലേ? അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതിന് നമ്മൾ പല തവണകളായിട്ട് നമ്മൾ ഫെൻസിങ് ചെയ്യണം, പല തവണകളായിട്ട് നമ്മൾ അറിയിക്കുന്നതാണ്. എന്നാൽ അതിന് വേണ്ട സംവിധാനങ്ങളോട് ഇവിടെ ചെയ്യുന്നില്ല. എന്താണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് 14 കിലോമീറ്റർ ഫെൻസിങ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളെ കഴിഞ്ഞ ജനജാഗ്രതാ സമിതി കൂടിയ സമയത്തൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 4 ആനകൾ ഇവിടെ ജനവാസ മേഖലയിലൂടെ കടന്നുപോയ സാഹചര്യം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആ സംഭവം ഇവിടെ തൊട്ടടുത്ത പ്രദേശത്തുണ്ടായത്. ജനവാസ മേഖലയിലൂടെ 2 ആനകൾ കടന്നു പോവുകയും 2 ആനകളുടെ ഒരു ജനവാസ മേഖലയിൽ തമ്പടിക്കുകയും അത് പിന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങൾ അവർ എത്തിയിട്ടാണ് അതിനെ തുരത്തിയത്. പല തവണകളായി ഇവിടെ കാട്ടാനയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ബഷീർ തന്നെ പറയുന്നത് ഇത് കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായ മരണമാണെന്ന്. പിന്നെ എന്താണ് വനംവകുപ്പിന് ഇത് സ്ഥിരീകരിക്കാൻ ഇത്ര താമസം? ഇല്ല, സ്ഥിരീകരണം ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് അംഗങ്ങളോട് എത്തിയിട്ടില്ല. അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ്, പിന്നെ DFO അതുപോലുള്ള അംഗങ്ങൾ, റേഞ്ചർ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് എത്തിപ്പെടാൻ ഒരു പ്രയാസം 2 കിലോമീറ്ററോളം വാഹനത്തിൽ 4 വീല് വണ്ടിയിൽ സഞ്ചരിച്ചിട്ട് വേണം. ഓഫ് റോഡാണ് കുറെ സ്ഥലങ്ങൾ, അങ്ങനെ സഞ്ചരിച്ചിട്ട് വേണം മുകളിലെത്താൻ. പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുകളിലേക്ക്. ശരി, ടാപ്പിംഗ് തൊഴിലാളി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉപ്പുകുളത്ത് ആണ് ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കാട്ടാന ആക്രമണത്തിലാണ് ഈ മരണം എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷമായിരിക്കും ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. ടാപ്പിംഗ് തൊഴിലാളിയായ ഉമർ വാൽപ്പറമ്പനാണ് കാട്ടാന ആക്രമണത്തിൽ എന്ന് സംശയിക്കുന്ന രീതിയിൽ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. ശ്രീജിത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ, അലനല്ലൂർ പഞ്ചായത്തിലെ 2ാം വാർഡിലെ മെമ്പർ ശ്രീ ബഷീറാണ് നമ്മളോട് സംസാരിച്ചത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ വിശദീകരണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നിരിക്കുന്നു. പരാതിക്കാരൻ അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് EDയുടെ വിശദീകരണം. അനീഷ് ബാബു നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയാണ് എന്നുമുള്ള വിശദീകരണം വരുന്നു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. നിതിൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടത് തെളിവ് സഹിതം നൽകാം എന്നാണ് പരാതിക്കാർ പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകാനുള്ള വിശദീകരണം? എന്തുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അവർ പറയുന്നത്? ഗോപി, ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ ആരോപണം വന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ EDയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. ഈ സംഭവം ഈ കേസ് നടന്നതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ അനീഷ് ബാബു ഉന്നയിച്ച ആരോപണത്തിൽ ഇപ്പോൾ വിശദീകരണമായി ED രംഗത്ത് വന്നിരിക്കുകയാണ്. വിശദീകരണത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: പരാതിക്കാരനായ അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അനീഷ് ബാബു നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയാണ്. കേസിലെ അനീഷ് ബാബുവിനെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ട്. അങ്ങനെ ഒരു വഴിതിരിച്ചുവിടാനുള്ള നീക്കമായി തന്നെയാണ് ഈ ഒരു മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള ഈ ഒരു വിചാരണയെ കാണുമെന്നാണ് ഇപ്പോൾ EDയുടെ വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിയായ ED ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തും വന്നിരിക്കുന്നത്. നേരത്തെ EDക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അനീഷ് ബാബു ഉന്നയിച്ചത്. ഇടനിലക്കാരൻ വിൽസൺ ഫോൺ വിളിച്ച് പണം ആവശ്യപ്പെട്ടു. ഇതിൽ വിൽസന് ED ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാവുന്ന ചില തെളിവുകൾ വിജിലൻസിൽ കൈമാറി
പെരുമാറിയിരുന്നു. മാത്രമല്ല ED ഉദ്യോഗസ്ഥർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്ന ഒരു ആരോപണവും പരാതിയും അനീഷ് ബാബു കഴിഞ്ഞ ദിവസം വിജിലൻസ് വിഭാഗം തന്നെ നൽകിയ പരാതിയിൽ അടക്കം പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു വിശദീകരണം എന്തായാലും EDയുടെ ഭാഗത്ത് ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം വന്നിരിക്കുന്നത്. എന്തായാലും വിജിലൻസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. വിജിലൻസ് ഇന്നും വ്യക്തമാക്കിയത് EDക്കെതിരെ കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ടെന്നാണ്. ശരി, ഏതായാലും ED ഉദ്യോഗസ്ഥൻ പ്രതി ചേർക്കപ്പെട്ട കേസിൽ ഇതിൽ പരാതിക്കാരന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നൊരു വിശദീകരണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാവുകയും അതിൽ നടപടികളിലേക്കൊക്കെ കടക്കുന്ന ഘട്ടം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസിയും കേന്ദ്ര അന്വേഷണ ഏജൻസിയും തമ്മിലുള്ള തർക്കം അത് സ്വാഭാവികമായും രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രശ്നങ്ങളായി മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് പാലക്കാട്ടെ ടാപ്പിംഗ് തൊഴിലാളിയുടെ മരണം അത് കാട്ടാന ആക്രമണത്തിലാണെന്ന സംശയമുയരുന്ന സാഹചര്യത്തിൽ പലരും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഹസീന ഷാജി യൂട്യൂബിൽ കുറിച്ചിരിക്കുന്നു, കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ, ഇന്ന് കാട്ടാന, നാളെ എന്താകുമോ എന്തോ. സത്യം പറഞ്ഞാൽ പേടിയാണ് ഈ വാർത്ത കേൾക്കാൻ. ഹസീന, ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങളും അവതരിപ്പിക്കുന്നത്. ഷീജ പറയുന്നു, കണ്ടോ കാട്ടാനയാണോ എന്നും ഇതുതന്നെ കടുവയും ആനയും ഇങ്ങനെ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതിൽ ആശങ്കയാണ് ഷീജ പങ്കുവച്ചിരിക്കുന്നത്. സീന മുഹമ്മദ് പറയുന്നു, ഇതിനൊരു ശാശ്വത പരിഹാരം ഇല്ലേ? നഷ്ടപരിഹാരം കൊടുക്കുന്ന തുകയുണ്ടെങ്കിൽ ഒരു പരിഹാരം കാണാൻ പറ്റില്ലേ എന്നുള്ളതാണ്. സീന, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കാട്ടാന ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വളരെ വലിയ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ, ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായി അവർ നടപ്പാക്കുന്നുണ്ട് കർണാടകയിലെ വനപ്രദേശങ്ങളിലൊക്കെ തന്നെ. എന്തുകൊണ്ട് കേരളത്തിൽ അത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അത് പരിഹരിക്കേണ്ടതുമാണ്. ബിന്ദു പി നായർ പറയുന്ന, കഷ്ടം പാവങ്ങളാണ് മരിക്കുന്നത്, ഏതെങ്കിലും ഒരു വലിയ ആളിനെ കൊണ്ട് ഫുൾ നൈറ്റ് കൊണ്ട് അവിടെ വിടാമോ? സർക്കാർ ഭാഗത്ത് ആരെങ്കിലും ഒരാൾ ഒന്ന് പോയി നിൽക്കാമോ എന്നുള്ള ഒരു ബിന്ദുവിൻ്റെ ഒരു ക്ഷോഭമാണ് ഈ കുറിപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് തൽക്കാലം കരുതാം. അത് മാത്രമേ നിവർത്തിയുള്ളൂ. നമുക്ക് ഇനി പോകാനുള്ളത് കുരായണത്തിലേക്കാണ്. ആക്ഷേപഹാസ്യ പരിപാടിയാണ് കുരായണം. അതിലേക്കാണ് ഇനി പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. സംസാരിക്കാൻ പോണത് ആരെ കുറിച്ചാണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഒരു ക്ലൂ തരാം. കോൺഗ്രസിലുണ്ട്, BJPയിലില്ല. മോദിജീനെ പൊക്കി പറയും, പക്ഷെ കോൺഗ്രസിനെ പൊക്കി പറയില്ല. കോൺഗ്രസ് ലിസ്റ്റിലില്ല, പക്ഷെ BJP ലിസ്റ്റിലുണ്ട്. ആര്? കോൺഗ്രസ് നേതാക്കൾ ആകെ അസ്വസ്ഥരാണ് ഗൈസ്. ശശി തരൂരിനെ എങ്ങനെയെങ്കിലും നൈസായി ഒഴിവാക്കി മൂപ്പരെ വായടപ്പിച്ച് മിണ്ടാതിരിപ്പിക്കാനുള്ള പല അടവുകളും കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ കളത്തിലിറങ്ങി കോൺഗ്രസ് നേതാക്കളെ ഞെട്ടിച്ചത്. കേന്ദ്രം വിദേശത്തേക്ക് അയക്കുന്ന സർവകക്ഷി സംഘത്തിന്റെ ലീഡർ ആരാ? ശശി തരൂർ. അയ്യോ, പണി പാലുമ്പലത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, സന്തോഷായില്ലേ? പാകിസ്ഥാന്റെ ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഒരു വിദേശ പര്യടന സംഘത്തിന് അയക്കണമെന്ന് കേട്ടപ്പോ ഇത്രയും വലിയ പണി കിട്ടുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരെയൊക്കെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുപോകണം എന്നുള്ള ലിസ്റ്റ് അവർ നേരത്തെ കൊടുത്തിരുന്നല്ലോ. ആ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരില്ലാലോ. ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ കേന്ദ്രം വിദേശത്തേക്ക് പോകേണ്ടവരുടെ ലിസ്റ്റ് ഇറക്കി. അതില് കോൺഗ്രസ് നേതാക്കൾ കൊടുത്ത ഒരു പേരും ഇല്ലേന്താനും, ഇല്ലാത്ത പേര് വരികയും ചെയ്തു. അതും ആരുടെ പേരാ വന്നത്? ശശി തരൂരിന്റെ. അതാണ് ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾക്ക് തീരെ സഹിക്കാൻ പറ്റാണ്ടിരുന്നത്. അവൻ പോട്ടടോ, നമ്മുടെ കൂട്ടിലെ കോഴിയല്ലേ, എപ്പോഴേലും പിടിക്കാൻ കൊളക്കോഴികളോട് നിൽക്കല്ലേ. പക്ഷെ ആ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ശശി തരൂരിന്റെ കടമയായിരുന്നു അത് കോൺഗ്രസ് പാർട്ടിയോട് ഇങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാനുള്ള അനുവാദം വേണം എന്ന് പറയണം. എന്തിന് ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ പെർമിഷൻ എന്തിനു വാങ്ങണം? കൂടുതൽ വെളച്ചിലെടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷൻ ഓഫ് മോദി സ്തുതി ഞങ്ങളുടെ ശശി തരൂര് പുറത്തേക്ക് എടുക്കട്ടാ പറഞ്ഞേക്കാം. എന്നെ മന്ത്രി വിളിച്ചു, ഞാനത് ബഹുമതിയെ കണ്ടു. ദേശീയ സേവനത്തിനാണ് അവർ ആവശ്യപ്പെട്ടത്, അത് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എന്റെ വാക്കും കൊടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം ബഹുമതിയായിട്ട് കാണുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു MP പൊതുമധ്യത്തിൽ നിന്ന് പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ ഡിസാസ്റ്റർ നിങ്ങൾക്ക് വേറെ നേരിടാനുണ്ടാ? ശശി തരൂര് വിശ്വപൗരനാണല്ലോ. സോ അദ്ദേഹത്തിന്റെ കളികൾ ഇനി നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലായിരിക്കും. നിങ്ങളൊക്കെ നോക്കിയും കൊണ്ട് നിന്നോ. കോൺഗ്രസ് പാർട്ടിയിൽ MP-മാരായിട്ട് എത്രയോ വിശ്വപൗരന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെയും പാർട്ടിക്ക് വിധേയരാണ്. പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. വെറുതെ അല്ല, കറക്റ്റ് ടൈം നോക്കി മോദിജി ഗോൾ അടിച്ചത്. പിന്നെ തരൂർജി മോദിജിയുടെ ഫാൻ ബോയ് ആയതിനു ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുക്കണ്ടേ? ഒരു പാലിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും. ഏത് മോഡിയുടെ നന്മ മാത്രം കാണുകയും മോഡി ചെയ്യുന്ന തെറ്റുകൾ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ
അതിലെന്തോ കുഴപ്പമുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല. കേന്ദ്രത്തിൽ നിന്ന് ക്ഷണം കിട്ടിയിട്ടും പാർട്ടി നേതൃത്വത്തിന് ശശി തരൂർ അത് അറിയിച്ചില്ല എന്നാണ് കോൺഗ്രസിന്റെ പരാതി. അറിയിച്ചല്ലോ. കേന്ദ്രത്തിനോട് എല്ലാം സംസാരിച്ച് ഒക്കെ സെറ്റാക്കിയതിനു ശേഷം ഇങ്ങനെ ഒരു പരിപാടി ഇട്ടാ ഞാൻ പോവിട്ടാന്ന് തരൂർജി പറഞ്ഞില്ലേ? അത് പോരെ അളിയ. ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? വിമർശനം ഉണ്ടാകാതെ സ്തുതി മാത്രം വരുമ്പോൾ അത് ഏകപക്ഷീയവുമായും തീർച്ചയായും ആ സൈഡിനുള്ള ഒരു ചായ്വാണ്. ആ ചായ്വായിട്ട് അത് കാണാൻ കഴിയത്തുള്ളൂ. എന്നാലും തരൂർജിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാവില്ലല്ലോ. കുറെ മോദി സ്തുതി നടത്തുന്നു, അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിനെ പൊക്കി പറയും, പിന്നെയും കേന്ദ്ര സർക്കാരിനെ വാഴ്ത്തിപ്പാടും. നിങ്ങൾ നമുക്ക് മനസ്സിലാവില്ല മിച്ചർന്നാണ് കോൺഗ്രസ് നേതാക്കൾ എന്നെ പറയണത്. നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കണ്ട. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കണതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ഒരു ദിവസം ഞാൻ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും കോൺഗ്രസിന്റെ പുറകെ. ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇരുന്നുണ്ട് പാർട്ടിനെ വെട്ടിലാക്കുക. അതാണ് ഞങ്ങളുടെ തരൂർജിയുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി. നിങ്ങൾ പരിഹാസ്യരാവും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും, കോൺഗ്രസ് അവിടെ തന്നെ നിൽക്കും. ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയാണ്. ഇതിപ്പോ തിന്നില്ല തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലെയായി തരൂർജിയുടെയും കോൺഗ്രസിന്റെയും കാര്യം. എന്റെ കഴിവ് കണ്ടിട്ടാണ് കേന്ദ്രം എന്നെ ക്ഷണിച്ചതെന്നാണ് ശശി തരൂർ പറയുന്നത്. എന്നാ തരൂരിന്റെ ആ കഴിവ് കോൺഗ്രസ് കാണുന്നുണ്ടോ? നെഹി. കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ നോക്കുമ്പോഴേ ശശി തരൂരിന് കഴിവല്ല, കഴിവുകേടാണ് കൂടുതലുള്ളതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയാതെ പറയണത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറ്റ് ലാക്സ് ക്രെഡിബിലിറ്റി. കാര്യം ഇറ്റ് ഈസ് ടോട്ടലി വൺ സൈഡഡ് സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. എന്നാലും കോൺഗ്രസിന്റെ അവസ്ഥയാണ് അവസ്ഥ. അവർക്ക് മധുരിച്ചിട്ട് ഇറക്കാനും കഴിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പോ രാജ്യസുരക്ഷയുടെ പേരില് കേന്ദ്രം ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോ പാർട്ടിയിലെ പ്രശ്നത്തിന്റെ വിഷയത്തില് ശശി തരൂരിന്റെ കാര്യം വരുമ്പോ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ പറ്റിയല്ലോ. എങ്ങാനും പിടിച്ച് രാജ്യദ്രോഹിയാക്കിയാലോ? ഓ, എന്റെ കോൺഗ്രസ് നേതാക്കളെ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ എപ്പെട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണോ അവസ്ഥ? ഞായറാഴ്ചയുടെ തിരക്കുകളിൽ നീങ്ങുന്ന കോഴിക്കോടിന്റെ നഗരമധ്യത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ പുക ഉയർന്ന് തീജ്വാലയായി മാറിയത്. കോഴിക്കോടിനെ മുൾമുനയിൽ നിർത്തിയ പുതിയ ബസ് സ്റ്റാൻഡിലെ തീ അണച്ചതാകട്ടെ 10-ാം മണിക്കൂറിലും. തീപിടുത്തത്തിൽ വിദഗ്ധ പരിശോധന നടത്താനാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും തീരുമാനം. കെട്ടിടത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും തീ കെടുത്തുന്നതിനെ ബാധിച്ചിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ഒരു സുരക്ഷാ ക്രമീകരണവും ഈ കെട്ടിടത്തിൽ ഇല്ല എന്നത് ഗുരുതരമായ ഒരു കണ്ടെത്തലാണ്. ഒരു മാസത്തിൽ കോഴിക്കോട് ഉണ്ടാകുന്ന 3ാമത്തെ തീപിടുത്തമാണ് ഇത്. എങ്ങനെയാണ് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടത്? ഈ സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ മറ്റിടങ്ങളിലേക്കും, അതായത് ഇവിടെയൊക്കെ ഫയർ സേഫ്റ്റി മെക്കാനിസം ഉണ്ടോ, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഇല്ലെങ്കിൽ അതിൽ തക്കതായ ഇടപെടൽ ഉണ്ടാകണം, പരിഹാരം ഉണ്ടാകണം. അതല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചതുപോലെയുള്ള, ഇന്നലെ ഭാഗ്യം കൊണ്ടാണ് ആളഭയം ഉണ്ടാകാതെ പോയത്, ഇന്നലെ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കും. അതുകൊണ്ട് അധികൃതരുടെ ഇടപെടൽ ഉറപ്പായും ഉണ്ടാകേണ്ടുന്ന ഏറ്റവും ഗൗരവമുള്ള വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. പുതിയ വിവരങ്ങളുമായി നമുക്ക് അതിനു മുൻപ് ഈ റിപ്പോർട്ട് കാണാം. അതിനുശേഷം ദീപക് ധർമ്മടം ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ടാകും. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ തീപിടുത്തമുണ്ടായത്. ചെറുതും വലുതുമായ 26ലധികം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് 7 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചത്. കോഴിക്കോട് നഗരത്തിൽ നിരവധി തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ വേഗത്തിൽ കെട്ടാൻ അഗ്നിശമന സേനയ്ക്കും പോലീസിനും കഴിയാറുണ്ട്. പക്ഷേ ഇന്നലെ കണ്ട കാഴ്ച അതായിരുന്നില്ല. തീ അണയ്ക്കാൻ ശ്രമിക്കുന്തോറും ആളിക്കത്തുകയായിരുന്നു. കെട്ടിടത്തിന്റെ ഘടന രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾ നടക്കുന്നു. കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവണമല്ലോ. പോലീസ്, ഡോഗ്, ബോംബ് സ്ക്വാഡ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവർ പരിശോധന നടത്തി. നിലവിൽ ദുരൂഹത ഇല്ലെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് അല്ലാതെ മറ്റ് നിഗമനങ്ങളിലേക്ക് ഇതുവരെ എത്തിയില്ലെന്നും ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരുള്ളൂ എന്നും ഫയർഫോഴ്സ് അറിയിച്ചു. തീ അണയ്ക്കാനുള്ള ഒരു സുരക്ഷാ ക്രമീകരണവും ആ കെട്ടിടത്തിലുണ്ടായിരുന്നില്ല. ഫയർ സർവീസിൽ നിന്ന് ഈ ബിൽഡിംഗിന് നോട്ടീസ് നൽകിയിട്ടില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അധികാരികൾ തന്നെ
പറഞ്ഞിട്ടുള്ള അന്വേഷണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അധികാരികൾ പറയുന്ന അന്വേഷണത്തെക്കാൾ ഉപരിയായി ഒരു ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നാൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നത് യാഥാർത്ഥ്യമാണ്. തീപിടുത്തത്തിൽ ഒന്നാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. ഈ അപകടത്തിലെ ഒന്നാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അധികാരെ പ്രതി ചേർത്തുകൊണ്ട് ക്രിമിനൽ കേസെടുക്കണം. ഒന്ന്. രണ്ടാമത്, ഈ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം കോർപ്പറേഷൻ നൽകണം. ഇന്നും നാളെയൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കാൻ കോർപ്പറേഷൻ മുന്നോട്ട് വരണം. കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട. ഇപ്പം നമ്മളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ്. ഇനി വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഭാഗത്ത് നിന്ന് വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് പോകാം. നിലവിൽ കസബ പോലീസും അന്വേഷണം തുടങ്ങി. ഫയർ ഒക്കറൻസ് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ PP മുകുന്ദന്റെ വ്യാപാര പങ്കാളിയെ കേന്ദ്രീകരിച്ചും അന്വേഷിക്കും. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുകുന്ദന് മർദ്ദനമേറ്റിരുന്നു. പ്രകാശൻ എന്ന വ്യക്തിയിൽ നിന്നാണ് ആക്രമണമുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രകാശൻ റിമാൻഡിലാണ്. ഇത്തരത്തിലുള്ള ഇടപെടൽ തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. മിഠായി തെരുവിലെ തീപിടുത്തത്തിനു പിന്നാലെ നഗരത്തിലെ കെട്ടിടങ്ങളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതുൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന ചോദ്യമാണ് ഈ ഒരു തീപിടുത്തത്തോടെ ഉയരുന്നത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട്ടെ പുതിയ ബസ് സ്റ്റാൻഡിന് ചേർന്നുള്ള കെട്ടിട സമുച്ചയത്തിലെ തീപിടുത്തം യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ വ്യാപരിക്കുന്ന ഒരിടമാണ് ആ പ്രദേശം. അവിടെ ഒരു കടയിൽ തീ പിടിച്ച് അത് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ 9 മണിക്കൂർ വേണ്ടി വന്നു 25-ലധികം വരുന്ന ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് ആ തീ അണയ്ക്കാൻ. ഭാഗ്യം കൊണ്ടാണ് ഇന്നലെ ആളപായം ഉണ്ടാകാതെ പോയത്. എന്തുകൊണ്ടാണ് നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇത്രയധികം സമയമെടുക്കേണ്ടി വന്നത്? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാരണമുണ്ട്. അവിടെ അനധികൃതമായ നിർമ്മിതികൾ ഉണ്ടായിരുന്നു, നിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നു, വലിയ ഫ്ലക്സ് ബോർഡുകൾ വെച്ചിരുന്നു. ഇതൊക്കെ തന്നെ നിർമ്മാണ ചട്ടങ്ങളുടെ ലംഘനമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷനല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ തീപിടുത്തത്തിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്നതാണ്. അവിടെ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിൽ പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ ഷോർട്ട് സർക്യൂട്ടാണ് കാരണം, മറ്റ് അട്ടിമറി സാധ്യതകളില്ല എന്നാണ്. പക്ഷേ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങളിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതാണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മളോടൊപ്പം ചേരുന്നത് ദീപക് ദർപ്പണമാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ദീപക്, 2 കാര്യങ്ങളായിരുന്നു നമുക്ക് അറിയേണ്ടത്. ഒന്ന്, തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് കാരണമാണോ ഉണ്ടായത്, അതോ മറ്റു വല്ല അട്ടിമറിയും ഉണ്ടായിരുന്നു എന്നതാണ്. കാരണം അതിലെ വ്യാപാരികളുടെ പങ്കാളികൾ തമ്മിൽ ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ വന്നിരുന്നു. രണ്ടാമത്തെ കാര്യം, ഏത് സാഹചര്യത്തിലാണ് പ്രതിപക്ഷം UDF ഇപ്പോൾ ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്? എന്താണ് ദീപക് പുതിയ വിവരങ്ങൾ? ഗോപി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാം ആദ്യം. അതാണ് ഏറ്റവും പുതിയ വാർത്ത. രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുന്നു. ഇത് കോർപ്പറേഷനാണ് ഇതിൽ പ്രതി. കോർപ്പറേഷനെതിരെ കേസെടുക്കണം എന്ന ആവശ്യവുമായി UDF കൺവീനർ, ഒപ്പം തന്നെ DCC പ്രസിഡന്റ്, കോൺഗ്രസ് നേതാക്കൾ എല്ലാം രംഗത്തെത്തുകയാണ്. ഇതിനൊപ്പം തന്നെ കൂട്ടിവായിക്കേണ്ടതാണ് BJP രംഗത്തെത്തിയത്. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി. കോർപ്പറേഷൻ സെക്രട്ടറിയെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കണം, കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറും പ്രതിയാകണം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യമാണ്, ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാണ് രാഷ്ട്രീയമായി CPM കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഇത്തരത്തിൽ അനധികൃതമായ ഒരു നിർമ്മാണത്തെ തുടർന്നുണ്ടായ, അതായത് അഗ്നിശമന സേനയുടെ ചട്ടങ്ങളൊന്നും പാലിക്കാതെ ഒരു നിർമ്മാണ പ്രവർത്തനം അനധികൃതമായി നടക്കുന്നു. അവിടെ തീയുണ്ടാകുന്നു. 9 മണിക്കൂറോളം പെടാപ്പാടുപെട്ട് ഗോപി, ഇന്നലെ ഈ സമയത്ത് ഗോപിയും ഞാനുമൊക്കെ മുൾമുനയിലായിരുന്നു. കാരണം ഈ തീ ഇങ്ങനെ ആളിക്കത്തി പടർന്നുകൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സ് അധികൃതരും പോലീസ് അധികൃതരും ഒന്നും ചെയ്യാനാകാതെ നെട്ടോട്ടമോടുന്ന കാഴ്ച. ആ കാഴ്ചയ്ക്കു കാരണം കൃത്യമായി പറഞ്ഞാൽ അനധികൃതമായ നിർമ്മാണമാണ്, ചട്ടങ്ങൾ ലംഘിച്ചുള്ള പ്രവർത്തനമാണ്. ആ ചട്ടങ്ങൾ ലംഘിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ നഗരമാകെ ഒരു തീയുടെ മുൻപിൽ പതറി നിൽക്കേണ്ടി വന്നത്, ഔദ്യോഗിക സംവിധാനങ്ങൾ പതറി നിൽക്കേണ്ടി വന്നത് മണിക്കൂറുകളോളം. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായ പ്രചരണായുധമാക്കാനാണ് കോൺഗ്രസും BJPയും തീരുമാനിച്ചിരിക്കുന്നത്. അവർ അതുമായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, അല്പം മുൻപും ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ACP അഷ്റഫ്, അതുപോലെ തന്നെ കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ DIG T. നാരായണനുമായും സംസാരിച്ചിരുന്നു. ഇതുവരെയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ഇവരൊന്നും തന്നെ ഇതിന്റെ കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് ഇപ്പോഴും ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. മറ്റട്ടിമറിയാണോ എന്ന സാധ്യതയെക്കുറിച്ചും അവർ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് ഇതിൽ ഈ തർക്കങ്ങൾ ഉണ്ടായിരുന്നു.
ആ തർക്കങ്ങളുടെ പേരിൽ ഒരാൾ പ്രകാശൻ ജയിലിൽ കിടക്കുന്നു, വ്യാപാര പങ്കാളിയാണ്. ഇതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നലെ ഒരു ചാനലിനോട് ആകെ സംസാരിച്ചത് മുകുന്ദൻ ഉടമ 24നോടാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കലും തർക്കത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ വീട്ടിലായിരുന്നു. ഗോപി കേട്ടതാണ്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ ഇതിൽ ഒരു പുതിയ അധ്യായം വരുന്നു. വ്യാപാര പങ്കാളിയുമായുള്ള തർക്കം ഈ തീവപ്പിലേക്ക്, അട്ടിമറിയിലേക്ക് നീങ്ങിയോ എന്നുള്ളതാണ്. പക്ഷെ പോലീസ് ഇപ്പോൾ അതിന്റെ സാധ്യത തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല. പക്ഷെ നമുക്ക് ലഭ്യമായ വിവരം നാളെ പോലീസ് അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. മാത്രവുമല്ല, ഫയർഫോഴ്സ് NOC ഇല്ലാതെയാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചത് എന്നുള്ളത് അധികൃതർക്ക് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. കാരണം കോർപ്പറേഷന്റെ കെട്ടിടം, ആ കെട്ടിടത്തിൽ ഫയർഫോഴ്സ് NOC ഇല്ലാതെ എങ്ങനെ ലൈസൻസോടുകൂടി ഒരു വലിയ ഗോഡൌൺ, ഒരു വലിയ വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു അനവധി ഉയരുകയാണ് ഗോപി. ഏതായാലും പോലീസ് അന്വേഷണം വിടാതെ പിന്തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അട്ടിമറി സാധ്യത, ഗൂഢാലോചന, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഗോപി. ശരി ദീപക്, ഏതായാലും ഇതിൽ അട്ടിമറി സാധ്യതകൾ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കട്ടെ. അതോടൊപ്പം തന്നെ അനധികൃതമായ നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കോർപ്പറേഷൻ എന്ത് നടപടി സ്വീകരിക്കും, അതുപോലെ തന്നെ ഇനി അവിടെ കിടക്കുന്ന പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ അവിടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ, നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുമോ, തുടർ നടപടികൾ സ്വീകരിക്കുമോ? കാരണം ഇതുപോലൊരു സാഹചര്യം ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. പിന്നെ ഇനി ഇതിലെ രാഷ്ട്രീയം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം, അതിനോട് എങ്ങനെയാണ് സർക്കാർ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ദീപക് ധർമ്മടമാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. ആശ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആശയുടെ അഭിപ്രായങ്ങൾ കുറിച്ചിട്ടുണ്ട് യൂട്യൂബിൽ സന്ദേശമായി. ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ മാത്രം അന്വേഷണം പാസ്സാക്കുന്ന സർക്കാരും ഉദ്യോഗസ്ഥന്മാരും, ഇതൊക്കെ മുന്നേ അന്വേഷണം നടത്തിയതെങ്കിൽ എത്ര കോടികളുടെ നഷ്ടം വന്നിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയമായി ചിലപ്പോൾ ഈ വിഷയങ്ങൾ മാറും, സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണങ്ങളും പരിശോധനകളും കൃത്യമായി നടക്കണം. കാരണം ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടാൻ പാടില്ല. ദിലീപ് PC പറയുന്നു, കോഴിക്കോട് നഗരത്തിൽ കെട്ടിടങ്ങൾക്ക് സമീപം അനധികൃത നിർമ്മാണ പ്രവർത്തികൾ വളരെ കൂടുതലാണ്. KSRTC ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ? ദിലീപ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് താങ്കൾ ഈ സന്ദേശത്തിലൂടെ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. മാധ്യമങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്. ആ കാര്യങ്ങളിൽ വിശദമായ റിപ്പോർട്ടുകൾ വരും എന്ന് നമുക്ക് കരുതാം. മിനി ബാബു പറയുന്നു, കോർപ്പറേഷന്റെ തലപ്പത്തിരിക്കുന്നവർ കണ്ണടച്ചു ഇത്തരം അനധികൃത നിർമ്മാണത്തിന്. മിനി ബാബു അത് വലിയൊരു ആരോപണമായി തന്നെ പ്രതിപക്ഷം ഈ കാര്യം ഉന്നയിക്കുന്നുണ്ട്. അതിലെന്ത് സംഭവിച്ചു എന്നതിലും കോർപ്പറേഷൻ എന്താണ് പറയാനുള്ളത് എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളത്തിൽ പല സംഭവങ്ങളും ഇതുപോലെയാണ്. അപായം ഉണ്ടായിക്കഴിഞ്ഞ് ഭയങ്കര പരിശോധന. എബ്രഹാം തോമസ് പറയുന്നു. എബ്രഹാം തോമസ്, നമുക്കറിയാം ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു സ്ഥിരം സംഭവമാണ്. ഇത് മാത്രമല്ല, റോഡ് അപകടങ്ങൾ ഉണ്ടായാലും ഒക്കെ ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും. മാധ്യമങ്ങൾക്കെതിരെയും പഴി ഉണ്ടാകാറുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫോളോ അപ്പ് നടത്തുന്നില്ല എന്നതാണ് ആക്ഷേപം. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജാഗ്രത ഉണ്ടാകണം, പ്രതികരണങ്ങൾ ഉണ്ടാകണം, പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. കാരണം ഭരണകൂടങ്ങളും സംവിധാനങ്ങളുമാണ് ഈ കാര്യങ്ങളിൽ ജാഗ്രതയോടെ ഇടപെടൽ നടത്തേണ്ടത്. തിരുത്തൽ വരുത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് നമുക്കിനി പോകാം. മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നുണ്ടായ അപകടത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പൊതുജനം കഴുതില്ല സർ എന്ന ഈ പരിപാടിയിൽ കടക്കാൻ പോകുന്നത്. കല്ലും മണ്ണും താഴേക്ക് പതിച്ചു. ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഈ കല്ലും മണ്ണുമൊക്കെ വന്ന് വീണിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ ഇന്ന് രക്ഷപ്പെട്ടത്. ഇവിടെ രൂപപ്പെട്ടിരിക്കുന്ന കുഴിയിൽ നിർമ്മാണ കമ്പനിയുടെ JCB കുടുങ്ങിക്കിടക്കുകയാണിപ്പോൾ. പ്രതിഷേധത്ത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ഈ സ്ഥലത്ത് കളക്ടർ സ്ഥലത്തെത്തണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വാഹനങ്ങൾ തടയുകയാണ്. അതാണ് നിലവിൽ അവിടുത്തെ സാഹചര്യം. സമീർ ബിൻ കരീം ഉണ്ട് കൂരിയാട് നിന്ന് വിവരങ്ങൾ നൽകാൻ. സമീർ, നേരത്തെ തന്നെ നമ്മൾ ഈ വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഇതിന്റെ ഈ പാത കടന്നു പോകുന്ന ദേശീയപാത 66 കടന്നു പോകുന്ന അതിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഈ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത്. വാഹനങ്ങൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിരിക്കുന്നു. ഭാഗ്യം കൊണ്ടാണ് ഇന്നലെ കോഴിക്കോട്ടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആളപായം ഉണ്ടാകാതിരുന്നത്. സ്വാഭാവികമായും നാട്ടുകാരുടെ ഇടയിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോഴെന്താണ് സ്ഥലത്ത് സംഭവിക്കുന്നത്? ഗോപികൃഷ്ണൻ, നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുകയാണ്. നാട്ടുകാർ ഈ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോയിട്ടുണ്ട്. പ്രധാനമായും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത് ഈ കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തണമെന്നുള്ളതായിരുന്നു. പിന്നീട് തഹസിൽദാർ എത്തി കളക്ടർ നാളെ സന്ദർശിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. മാത്രമല്ല, നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉറപ്പിന്മേലാണ് നിലവിൽ നാട്ടുകാർ സമരം അവസാനിപ്പിച്ച് ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വലിയൊരു അപകടം ഈ കൂരിയാട് സംഭവിച്ചിരിക്കുന്നത്. ദേശീയപാതയുടെ പ്രധാന റോഡിന്റെ കൈവരികളും റോഡും എല്ലാം തന്നെ ഈ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു. സർവീസ് റോഡ്
സമീപത്തെ പാടശേഖരത്തിലേക്കും ഇടിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സമയത്ത് 3 വാഹനങ്ങളായിരുന്നു ഈ സർവീസ് റോഡിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നത്. അത് 3 വാഹനങ്ങളും ഈ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വാഹനത്തിലുണ്ടായിരുന്നവർ ഈ അപകടം കണ്ട് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് രക്ഷപ്പെട്ട ഒരാൾ നമ്മളുമായി വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് ഈ 3 വാഹനങ്ങളും ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഈ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാർ പ്രധാനമായും ഈ സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ പാടശേഖരം നിരത്തിയാണ് റോഡുണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഒരു തോടുണ്ടായിരുന്നു. ആ തോട് പൂർണ്ണമായും മണ്ണിട്ട് മൂടിയാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയതയാണ് ഈ ഒരു അപകടം വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ പലതവണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും നാട്ടുകാർ സമരത്തിന്റെ ഭാഗമായി ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് നാളെ യോഗം അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി കിട്ടിയാൽ നന്നായിരുന്നു സമീർ. അവർക്ക് എത്രത്തോളം അവരുടെ രക്തം തിളയ്ക്കുന്നുണ്ടാകും. കാരണം അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നോക്കാം. നിർമ്മാണ പ്രവർത്തനത്തിലെ അശാസ്ത്രീയത എന്നത് സ്വാഭാവികമായി നമ്മൾ സംശയിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ അഴിമതി ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങൾ സഞ്ചരിക്കേണ്ട വഴികളാണല്ലോ, അവിടെയാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. പൊതുജനം കഴുതയല്ല എന്ന കാര്യം അറിയട്ടെ. നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ, നാട്ടുകാർ വലിയ തരത്തിലുള്ള സമരവുമായിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാനും ചില ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു അപകടം സംഭവിച്ചു, ആളപായം ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ എന്താണ് ഇതിന് കാരണം? തീർച്ചയായിട്ടും ഈ റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. കാരണം മഴക്കാല സമയത്ത് ഈ കൂരിയാട് പുഴ നിറഞ്ഞു കവിഞ്ഞ് കൂടുതൽ വെള്ളം ഈ ഒരു റോഡെല്ലാം മൂടി വെള്ളം നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള കേവലം 2-3 ഓവുചാലുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് തന്നെ ഏറ്റവും ഇതിൻ്റെ ഭീകരത വിളിച്ചോതുന്നത്. കാരണം ഈ പ്രദേശം മൊത്തം വെള്ളത്തിൽ ആണ്ടുപോകുന്ന സമയത്ത് ആ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ വീണ്ടും ഇതിലും വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഒരു ആളഭയമില്ല, ദൈവകൃപയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം ഇതിനങ്ങോട്ട് പോകുന്ന സമയം ഞാൻ ഈ പ്രദേശത്ത് നാട്ടുകാരനാണ്. അപ്പോൾ ഇതിനങ്ങോട്ട് പോകുന്ന സമയത്ത് വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളെല്ലാം മുഴുവൻ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന വെള്ളത്തിൽ ആണ്ടുപോകുന്ന ഒരു സാഹചര്യമുള്ളത്. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരെ ഞങ്ങളുടെ ആവശ്യം. നിർമ്മാണത്തിലുള്ള പ്രശ്നമാണോ അതിന് കാരണമായിട്ട് പറയുന്നത്? തീർച്ചയായിട്ടും നിർമ്മാണത്തിലെ ഭാഗം തന്നെ ഇവിടെയൊക്കെ നികത്തിയിട്ടാണോ റോഡ്? അതാണ് പ്രശ്നം. അതെ, ഇവിടെ എപ്പോഴും വളം നിൽക്കുന്ന ഏരിയയാണ്. തോടുകളൊക്കെ നികത്തിയിട്ടാണ് ഇവിടെ പണിതിട്ടുള്ളത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഇതിൻ്റെ എല്ലാ ഷെഡ്യൂളുകളും നോക്കേണ്ടിയിരുന്നു എന്നാണ് പറയാനുള്ളത്. നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ? ഏതായാലും ഈ നിർമ്മാണത്തിലെ പ്രശ്നം ആണ്. ശരി സമീർ, ഏതായാലും നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് നാട്ടുകാർ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി ഉന്നയിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം തലനാരിഴയ്ക്കാണ് ഇന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് അവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. നൌഷാദ് പുന്നത്തല ഒരു വളരെ പ്രസക്തമായ ഒരു സന്ദേശം ഇതിന് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ ഭൂപ്രകൃതി മനസ്സിലാക്കാതെയാണ് ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. 4 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ പോകുന്ന റോഡുകൾ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാം. കോൺക്രീറ്റ് ചെയ്യാതെ സിമെന്റ് പൂശിയാൽ എന്താണ് സുരക്ഷ എന്നതാണ്. അത് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ആ ഭൂപ്രകൃതി മനസ്സിലാക്കി ദേശീയപാത നിർമ്മാണത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ വേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അപകടം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് എബ്രഹാം തോമസ് ചോദിക്കുന്നു. ടോൾ കൊടുത്ത് എങ്ങനെയാണ് വിശ്വസിച്ച് ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുക എന്ന് രവികുമാർ ചോദിക്കുന്നു. രവികുമാർ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ജനങ്ങളുടെ സുരക്ഷ അത് ഏറ്റവും പ്രഥമ പരിഗണനയായി കണക്കാക്കുന്ന ഭരണകൂടങ്ങളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാസ്ഥകളൊക്കെ നിരന്തരം സംഭവിക്കും. നമുക്കറിയാമല്ലോ, പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ പാലം നിർമ്മാണത്തിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന അശാസ്ത്രീയതയും കൈക്കൂലിയും അഴിമതിയും ഒക്കെ എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത്. അങ്ങനെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധിക്കപ്പെടേണ്ടതല്ല ഇത്തരം കാര്യങ്ങൾ. ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഒരു ജനകീയ സമിതിയുടെ സ്ക്രൂട്ടിനി കൂടി, അവർ കൂടി ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിന്റെ പരിശോധന ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമാണ്. അതല്ലെങ്കിൽ ഇതിൽ അഴിമതിയിൽ മുങ്ങിപ്പോകുന്ന ഒരു സംവിധാനമായി മാറും. അതുകൊണ്ട് ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമീർ ബിൻ കരിമാർ നേരത്തെ വിവരങ്ങൾ നമുക്ക് നൽകിയത്. പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. കാരണം നമ്മുടെ വീടിന്റെയും ഒക്കെ പരിസരത്തുകൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ ഓരത്ത് കഴിയുന്നവർ അവർ എത്രത്തോളം സുരക്ഷിതമാണ്, അതിലൂടെ നാളെ നമ്മൾ സഞ്ചരിക്കാൻ പോകുമ്പോൾ അതിലെത്ര സുരക്ഷയുണ്ട് എന്ന കാര്യത്തിൽ സ്വാഭാവികമാണ് നമുക്കെല്ലാം ആശങ്കയുണ്ടാകും. പലരും ആ കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിച്ചവർക്കൊക്കെ നന്ദി. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. പൊതുജനം കഴുതിയില്ല സാർ ഇന്ന് വളരെ പ്രസക്തമായ പല പൊതുജന വിഷയങ്ങളിലേക്കുമാണ് ഇന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പല ആളുകളും ഈ റോഡ്
ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ട് അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ സന്ദേശങ്ങളും വായിക്കുന്നില്ല, സ്ഥിരമായ സന്ദേശങ്ങൾ അയക്കുന്നവരുണ്ട്, പുതുതായി സന്ദേശം അയച്ചു തുടങ്ങിയവരുണ്ട്. കാരണം ഇത് ജനങ്ങളെ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം ആയി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിലുള്ള രോഷം അവരുടെ പ്രതികരണങ്ങളായി കാണുന്നുണ്ട് ഞാൻ പല സന്ദേശങ്ങളിലും. അതുകൊണ്ട് ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം. ഇല്ലാത്ത ഒരു മോഷണക്കുറ്റം ചുമത്തി പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവം പുറത്തു വന്നതിന് പിന്നാലെ മുഖം രക്ഷിക്കാൻ നടപടിയെടുത്ത് സർക്കാർ. പേരൂർക്കട സ്റ്റേഷനിലെ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. തന്നെ അപമാനിച്ച മറ്റു ഉദ്യോഗസ്ഥർക്കും വീട്ടുടമയ്ക്കുമെതിരെ നടപടി വേണം എന്നാണ് ബിന്ദു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 23-നാണ് ഇല്ലാത്ത ഒരു മോഷണത്തിന്റെ പേരിൽ ബിന്ദുവിന് ക്രൂരമായ അപമാനം നേരിടേണ്ടി വന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മോഷണക്കുറ്റം ആരോപിച്ച് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും മാനുഷികമായ പരിഗണന പോലും നൽകാതെ മോശമായി അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇത് കേരളത്തെ സംബന്ധിച്ച് ഏറെ അപമാനകരമായ സംഭവമാണ്. പോലീസിനെ സംബന്ധിച്ച് അവരുടെ ഇടപെടൽ ഏത് തരത്തിലായിരിക്കണമെന്ന കാര്യത്തിൽ പുനഃപരിശോധന ആവശ്യമായ കാര്യമാണ്. ഇത് ഒരു സ്ത്രീയുടെ, ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ, മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്. സ്വാഭാവികമാണ് ഇതിൽ പ്രതിഷേധമുയരും. ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചെന്നാരോപിച്ചാണ് കഴിഞ്ഞ മാസം 23-ന് ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെതിരെ പോലീസിൽ മോഷണത്തിന് പരാതി നൽകിയത്. താൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് പോലീസുകാരോട് കരഞ്ഞു പറഞ്ഞിട്ടും SIയും സംഘവും ദളിത് സ്ത്രീക്ക് മുന്നിൽ അധികാരം പ്രയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഞാൻ ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ മേഡം എന്ന് വെച്ചപ്പോൾ ബിന്ദുവാണ് ലാസ്റ്റ് ഇവിടെ ജോലിക്ക് വന്നത്, മാല കണ്ടില്ല. ഞാൻ പറഞ്ഞു മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ SI വേറെ ഒരു വനിതയെ വിളിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി. എൻ്റെ ടോപ്പെല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു, എൻ്റെ ബാഗെല്ലാം പരിശോധിച്ചു. എൻ്റെ മാല കിട്ടിയില്ല. തിരിച്ച് ഇനി വെളിയിൽ കൊണ്ടുവന്നിട്ട് വേറൊരു പോലീസ് തന്നെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്തു. കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ 20 മണിക്കൂറോളം ക്രൂരമായി ചോദ്യം ചെയ്തു. മോഷണക്കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്നായിരുന്നു പോലീസിന്റെ ഭീഷണി. പിറ്റേന്ന് വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കിട്ടിയതോടെ ബിന്ദുവിനെ പറഞ്ഞു വിടുകയായിരുന്നു. ഞാൻ തന്നെയാണ് മോഷ്ടിച്ചെന്നുള്ള ഒരു ഇതിലാണ് അവരെ പെരുമാറ്റം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു 2 മണിയായപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാറേ എനിക്കിത്തിരി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ ഈ സാറ് പറഞ്ഞത് പോയി ബാത്റൂമിൽ ബക്കറ്റിൽ കാണാൻ പോയി എടുത്ത് കുടിക്കുക. പോലീസിൻ്റെ പെരുമാറ്റം എന്നെ കാണാൻ താമസിച്ചില്ല, എന്നെ തെറി വിളിച്ചല്ലേ പുറത്താക്കിയത്. നിങ്ങൾ മാത്രം നീ മാത്രം അവരെ കാണണ്ട, നീ പുറത്തില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10:30 ശേഷമാണ് ഞാൻ ആഹാരം കഴിച്ച് എൻ്റെ മോൻ്റെ കൊടുത്തു വിടുന്നത്. എൻ്റെ മോൻ അവിടെ ചെന്ന സമയത്തുള്ള പ്രതികരണം പള്ളു വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കിട്ടാത്ത ഒരു പ്രതിയെ കിട്ടിയപ്പോൾ നീയൊക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവരണമെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു. സംഭവം ചർച്ചയായതിന് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ SI SD പ്രസാദിനെ സസ്പെൻഡ് ചെയ്തത്. അത് തിരിച്ചിറങ്ങുന്ന സമയത്ത് എൻ്റെ ഭാര്യ വിടുന്ന സമയത്താണ് പറഞ്ഞു, ഈ SI പറഞ്ഞു ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് പറയുന്നത്. നീ ഈ കവടിയാറോ ഈ അമ്പലമുക്കിലോ ഈ ഭാഗത്തെ കണ്ടുവരുത്, എവിടെയെങ്കിലും നാട് വിട്ടു പോയിക്കൊള്ളു. അതിനിടെ ദളിത് സ്ത്രീയെ 20 മണിക്കൂർ പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ജില്ലയ്ക്ക് പുറത്തുള്ള DYSP അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. DYSP ACP റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. ജില്ലാ പോലീസ് മേധാവി സൗത്ത് സോൺ IG-യുമായി കൂടിയാലോചന നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും പോലീസ് പീഡനത്തിനിരയായ വീട്ടുജോലിക്കാരിയുടെ മൊഴി വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യത്തിൽ എടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജൂലൈ 3-ന് മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകണം. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയെ, 2 പെൺകുട്ടികളുടെ അമ്മയെ കള്ളിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച പോലീസിന്റെ നടപടി ചോദ്യം ചെയ്യപ്പെട്ടതോടെ നടപടിയുണ്ടായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ, മറ്റുള്ള 2 പേർക്കെതിരെ അന്വേഷണം. പക്ഷേ ഇത് മതിയോ? ഒരു സാധാരണക്കാരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട കൊടിയ മാനസിക പീഡനത്തിന് സർക്കാരിന് എന്താണ് മറുപടി പറയാനുള്ളത്? തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തും, അതിശയിപ്പിക്കും. എന്തുകൊണ്ടാണ് കാലം ഇത്ര മാറിയിട്ടും പോലീസിന്റെ ഈ പ്രാകൃതമായ, അപരിഷ്കൃതമായ ചോദ്യം ചെയ്യൽ രീതികൾ മാറാത്തത് എന്നത്. അതിന്റെ കാര്യകാരണങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടതാണ്. ദളിത് സ്ത്രീ എന്ന നിലയിൽ, കറുത്തവരെന്ന നിലയിൽ, ജാതിയുടെ പേരിൽ, സാമ്പത്തിക അവസ്ഥയുടെ പേരിൽ ഇങ്ങനെ ദുർബലരെന്നും അശരണരെന്നും എന്ന് കരുതുന്നവരുടെ മെക്കിട്ട് കയറുന്ന ഈ സമീപനം എന്തുകൊണ്ടാണ് മാറാത്തത് കേരളത്തിൽ എന്നത് ഒരു ചോദ്യമായി സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അവിടെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഒരുപോലെയുണ്ട്.
മോഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിയാണെങ്കിൽ അതിന് പോലീസിന് അന്വേഷണത്തിന് രീതികളുണ്ട്, അതിന് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്, അതിലൂടെ മുന്നോട്ട് പോകാം. പക്ഷേ നിരപരാധിയാണെങ്കിലും ഇനി അല്ലെങ്കിലും ചോദ്യം ചെയ്യേണ്ട രീതികളുണ്ട്, അതിന് പുലർത്തേണ്ട മാന്യതയുണ്ട്, അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, അത് പാലിക്കേണ്ടതാണ്. അത് പാലിക്കാതെ വരുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് ഗുരുതരമായ എന്തോ പിശകുണ്ട്. അതാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. പലരും ചോദിക്കുന്നു, ഈ പോലീസുകാരന് നടപടി ഉണ്ടായതുകൊണ്ട് എന്ത് കാര്യം, അതുകൊണ്ട് ആ ചേച്ചിക്ക് നീതി കിട്ടുമോ എന്നതാണ്. നടപടി ഉണ്ടാകുന്നത് ഇതൊരു മാതൃകയാകാൻ വേണ്ടിയാണ്, ഇത് മറ്റുള്ളവർക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പെരൂർക്കടയിൽ ദളിത് സ്ത്രീക്കെതിരായ മാനസിക പീഡനത്തിൽ പെരൂർക്കട SIക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പരാതി കിട്ടുമ്പോൾ എടുക്കേണ്ട പ്രാഥമികമായ നടപടികൾ SI SD പ്രസാദ് പാലിച്ചിട്ടില്ല. പ്രാഥമികമായ അന്വേഷണം നടത്താതെ നടപടിക്രമം പാലിക്കാതെ ഇരയെ കസ്റ്റഡിയിലെടുത്തു. ഒരു ഓഫീസർക്ക് ചേർന്ന പ്രവൃത്തിയല്ല പ്രസാദിന്റെ ഭാഗത്ത് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അജീഷ് ജയകുമാർ, ഞങ്ങളുടെ പ്രതിനിധി, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അജീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അജീഷ്, എന്താണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? ഏത് തരത്തിലുള്ള പിഴവാണ് പ്രസാദിന് സംഭവിച്ചിരിക്കുന്നത്? നടപടി ഉണ്ടായിട്ടുണ്ടല്ലോ, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് AC-യുടെ അന്വേഷണത്തിലാണ് SG പ്രസാദ്, പേരൂർക്കട പ്രിൻസിപ്പൽ SI ആയിട്ടുള്ള SG പ്രസാദിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ പരാതി കിട്ടിയിട്ട് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ സ്വീകരിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള നടപടികൾ പോലും SG പ്രസാദ് സ്വീകരിച്ചിട്ടില്ല. കൂടാതെ തന്നെ ഈ കംപ്ലൈന്റ് കിട്ടി, അതിൽ FIR ഇട്ടു. ആ FIR ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം സാധാരണ ഏതൊരു കേസിലും നടത്തേണ്ടതാണ്. ഈ കേസിൽ ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല. ഈ പ്രാഥമിക അന്വേഷണം നടത്താതെയാണ് ഈ സംശയിക്കുന്ന ആളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അതിൽ ഓഫീസർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ ചേർന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ല പ്രസാദിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഉദ്യോഗസ്ഥൻ പോലീസിന്റെ പ്രതിച്ഛായയ്ക്ക് ആകെ കളങ്കമുണ്ടാക്കിയെന്നും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസ് നടപടി ഇരയ്ക്ക് വലിയ രീതിയിൽ ഗുരുതരമായ മാനസിക പ്രയാസമുണ്ടാക്കിയെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് AC-യുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഈ പ്രിൻസിപ്പൽ SIയെ സസ്പെൻഡ് ചെയ്തത്. നിലവിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. അജീഷ്, ഇതിനകത്ത് രവികുമാർ ചോദിക്കുന്നു, പോലീസ് പ്രശ്നക്കാർ, CISF പ്രശ്നക്കാർ, ED പ്രശ്നക്കാർ, മൊത്തം പ്രശ്നക്കാരാണല്ലോ. അങ്ങനെയല്ല രവികുമാർ അതിനെ കാണേണ്ടത്. ഈ സേനയിലും ഈ സംവിധാനത്തിലും ഒക്കെയുള്ള പ്രശ്നക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മുഴുവൻ ആളുകളും ആണ് എന്നല്ല. നീതി ഉറപ്പാക്കേണ്ടുന്ന, നമുക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ട സംവിധാനമാണ്. ഉന്നതരായ ഉദ്യോഗസ്ഥരുണ്ട്, മാന്യമായി പെരുമാറുന്നവരുണ്ട്, മൂല്യങ്ങൾ മുൻനിർത്തി നീതിപൂർവ്വം പെരുമാറുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരെ ആരെയും ഇകഴ്ത്തിക്കാട്ടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിലെ പ്രശ്നക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ പോലീസ് എന്ന സേനയെ മോശമാക്കാനോ അല്ലെങ്കിൽ ED പോലെയുള്ള ഒരു സംവിധാനത്തെ മോശമായി ചിത്രീകരിക്കാനോ അല്ല. ഏത് സംവിധാനത്തിലും കുഴപ്പക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തണം. കാരണം അത് സമൂഹത്തിന് വിപത്താണ്, നീതി ഉറപ്പാക്കുന്നതിന് തടസ്സമാണ്. ഞാനൊരു ചെറിയ ഇടവേള കൂടി എടുക്കുകയാണ് പ്രേക്ഷകർക്ക്. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്ക് കടക്കാനുണ്ട്. സർക്കാരിന്റെ സഹായം മുടങ്ങിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ വീണ്ടും തെരുവിലിറങ്ങി. പ്രതിമാസ വാടകയും ഉപജീവനത്തിനായി പ്രതിദിനം നൽകുന്ന 300 രൂപയും കൃത്യമായി ലഭ്യമാകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ഈ പ്രതിഷേധം. താലൂക്ക് ഓഫീസ് മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ പ്രശ്നപരിഹാരം കാണുമെന്ന തഹസിൽദാരുടെ ഉറപ്പിലാണ് ഈ സമരം അവസാനിപ്പിച്ചത്. ദുരന്ത ബാധിതരുടെ ജനകീയ സമിതി നേതാക്കളും സമാന വിഷയമുയർത്തി ജില്ലാ കലക്ടറെ നേരിൽ കണ്ടു. ആ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി വൈത്തിരി താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. സർക്കാർ പ്രഖ്യാപിച്ച സമാശ്വാസ നടപടികൾ വൈകുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധമുണ്ടായത്. ദുരന്തബാധിതർക്ക് സർക്കാർ നൽകുന്ന വാടക തുകയായ 6000 രൂപയും പ്രതിദിനം നൽകുന്ന 300 രൂപ വെച്ച് 3 മാസത്തെ 9000 രൂപയും പലർക്കും ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. 10, 11, 12 വാർഡിലെ മുഴുവൻ ആളുകൾക്കും വാടക കയറ്റാന്ന് സർക്കാർ പറഞ്ഞതാണ്. ഇപ്പൊ വാടകയില്ല, 9000 ഇല്ല. ഞങ്ങളെ കുടുംബം പട്ടിണിയിലേക്കാണ് പോകുന്നത്. എന്റെ അമ്മായിമ്മ സുഖലാതെ ഇറങ്ങി കിടക്കുക, ആശുപത്രിയിൽ കിടക്കുക. ഞങ്ങൾ എന്തിനു പോയാലും നിങ്ങൾ വാടകയ്ക്ക് പോയിട്ടില്ല എന്നുള്ള ഇതുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൂപ്പണും ഇല്ല, ഒരു ലിസ്റ്റിൽ ഞങ്ങൾ പെട്ടില്ല. 2 പെൺകുട്ടികൾ ഞങ്ങൾ ഈ മഴ പെയ്താൽ അവിടെ നിൽക്കാൻ അവർക്ക് പേടിയാണ്. ഞങ്ങൾ പോയി ചോദിച്ചാൽ പറയാം നിങ്ങൾക്ക് എന്താ കഞ്ഞിക്ക് ഗതിയില്ല എന്നാ ചോദിക്കണേ. വില്ലേജ് ഓഫീസർ ചോദിക്കുന്ന ചോദ്യമാണ് അതൊക്കെ. ഞങ്ങൾ അവിടെ പോയി എഴുതി മേടിച്ചിട്ട് വന്നിട്ട് അവിടെ കൊടുത്തിട്ട് അയാൾ അങ്ങനത്തെ വർത്താനം പറയാൻ പാടുണ്ടോ? അയാളെ കയ്യിൽ നിന്നാണ് അയാൾ എടുത്തു തരുന്നത്. പ്രതിഷേധത്തിനൊടുവിൽ തഹസിൽദാർ V കുമാരി ബിന്ദുവുമായി ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ചർച്ച നടത്തി. വാടക കയറാത്തവരെ എല്ലാവർക്കും തന്നെ, വാടകയ്ക്ക് അർഹതയുള്ള എല്ലാവർക്കും തന്നെ അരമണിക്കൂറിനകത്ത് വെച്ച് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ വാടക കയറുന്നതാണ്.
9,000 രൂപയുടെ കാര്യം അത് ഇനി കുറച്ച് അപേക്ഷകളും കൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ അപേക്ഷ പരിഹരിച്ച് അതിന് അർഹതയുള്ളവർക്ക് ഉടനെ തന്നെ പൈസ അക്കൗണ്ടിൽ ഇടുന്നതാണ്. പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി സമരം അവസാനിപ്പിച്ചത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതരുടെ ജനകീയ സമിതി നേതാക്കൾ കലക്ടറെ കണ്ടു. അനുകൂല നിലപാടാണ് കലക്ടർ കൈക്കൊണ്ടതെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കളക്ടറെ കൃത്യമായി ബോധ്യപ്പെടുത്തി. കളക്ടർക്ക് അത് ഏറ്റവും പെട്ടെന്ന് 2 ദിവസം കൊണ്ട് സമയം തരണം, 2 ദിവസം കൊണ്ട് പരിഹരിക്കാമെന്നാണ് കളക്ടറെ നമുക്ക് വാക്ക് എന്നുള്ളത്. കൃത്യമായി കളക്ടർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് 2 ദിവസം കൊണ്ട് തന്നെ പരിഹരിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കും ഉണ്ട്. കാരണം കളക്ടർ ആ രീതിയിലാണ് നമ്മുടെ അടുത്ത് ഇടപെട്ടിട്ടുള്ളത്. പിന്നെ വാടക ഇന്ന് തന്നെ വാടകയും കയറാനുള്ള സംവിധാനം ആക്കിത്തരാമെന്ന് കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യ തുക ഉടൻ തന്നെ അക്കൗണ്ടുകളിൽ എത്തുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധത്തിന് താൽക്കാലിക വിരാമമായത്. ദുരന്തബാധിതരായ പലർക്കും കൃത്യമായി സേവനങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട്. അർഹരായ പലരെയും ആനുകൂല്യങ്ങളിൽ നിന്ന് തടഞ്ഞതായും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം സർക്കാർ ഉചിതമായ ഇടപെടൽ നടത്തണമെന്നാണ് ദുരന്തബാധിതർ ഉയർത്തുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നോക്കാം ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. അപ്പോൾ ഇന്നത്തെ പൊതുജനം കഴുതയിലെ ഈ പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്.